അത് പൊളിച്ചു. അതാണ് പൊളിച്ചത്. അതെ. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഇങ്ങനെ തകൃതിയായി നടക്കേണ്ട സമയത്ത് കയ്യിൽ നയാ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ പ്രവർത്തനത്തിന് ആരെ കിട്ടും? ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. അത്തരമൊരു പാർട്ടിയുടെ കഥയിലേക്കാണ് നമ്മളിനി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ ചിലപ്പോൾ ഈ അമേരിക്കയിലെ ചില മലയാളികളൊക്കെ ഉണ്ടല്ലോ വിജയ്, അവരുടെ മൊബൈൽ ടോണിനകത്ത് വെച്ചിരിക്കുന്നത് നയാ പൈസ ഇല്ല കയ്യിൽ എന്നുള്ള ഒരു കോടീശ്വരൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാ നയാ പൈസ ഇല്ല കയ്യിൽ എന്നുള്ള പാട്ടാണ്. അങ്ങനെയല്ല ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ പാർട്ടിയുടെ കഥയിലേക്ക് നമ്മൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. കൈപ്പത്തി പാർട്ടിയെ കഴിയുമെങ്കിൽ കൈ നിറയെ സഹായിക്കണം. കൈ നിറയെ സഹായിച്ചില്ലെങ്കിലും കയ്യിലുള്ളതിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കണം. കൈപ്പത്തി പാർട്ടി വല്ലാത്ത കഷ്ടപ്പാടിലാണ്. പല കാര്യങ്ങൾക്കും കൈമലർത്തേണ്ട അവസ്ഥയാണ്. കേന്ദ്രത്തിലും കേരളത്തിലും തുടർച്ചയായി 2 തവണ ഭരണം നഷ്ടപ്പെട്ടു. പിന്നെ കഷ്ടപ്പാടിന്റെ കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അതിനിടയിലാണ് ആദായ നികുതി വകുപ്പ് വക ഒരു പണി. 11ഓളം അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. കരുതി വെച്ചിരുന്ന പണവും കൊണ്ടുപോയി. പാട്ടപ്പിരിവിനിറങ്ങുകയല്ലാതെ രക്ഷയില്ല. തെരഞ്ഞെടുപ്പാണ്, ഫ്ലക്സ് അടിക്കണം, പ്രചരണ യോഗങ്ങൾ, കുടുംബയോഗങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ചെയ്യാൻ. എന്ത് ചെയ്യും? എന്ത് വിധീത്, വല്ലാത്ത ചതീത്. ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കാശെടുക്കാൻ പോയിട്ട് ട്രെയിൻ ടിക്കറ്റിന് കാശെടുക്കാനുള്ള പണം കയ്യിലില്ല. ഓർക്കപ്പുറത്തന്റെ പിന്നീന്നൊരടീത്. പാപ്പരാക്കുക, ഇല്ലാതാക്കുക. മൊത്തം ഇരുട്ടാണ്, അതിനകത്തിരിപ്പാണ്. ഈ ചൂട് കാലത്ത് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം പോലും കുടിക്കാതെ കത്തണ വെയിലെത്തും കണ്ണ് കാണാതിരിപ്പാണ്. ഇതാണ് അവസ്ഥ. കയ്യിലുള്ള പണം ആദായ നികുതി വകുപ്പ് മരവിപ്പിക്കുന്നു. കയ്യിലുള്ള നേതാക്കളെ BJPക്കാർ കൊണ്ടുപോകുന്നു. KPCC ഓഫീസിലും AICC ഓഫീസിലുമെല്ലാം പണം കണ്ടെത്താനുള്ള ചിന്തകൾ പല വിധത്തിൽ നടക്കുകയാണ്. പടച്ചോനെ, കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്നാലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഇതിനിടയിലാണ് ഷാഫിയെ പോലുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി പ്രചരണം നടത്തുന്നത്. കോൺഗ്രസ് ഓഫീസുകളിൽ പണം കണ്ടെത്താനുള്ള വഴികൾ തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. 1 ലക്ഷം രൂപ കളഞ്ഞെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. എവിടുന്ന്, ആരോട് ചോദിക്കും, ആര് തരാൻ? ഞമ്മക്ക് കിട്ടാനുള്ളതൊക്കെ നമ്മൾ കണക്ക് പറഞ്ഞു വാങ്ങുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി പാപ്പരാക്കി പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ പാപ്പരാക്കുക, ഇല്ലാതാക്കുക. ആര് കൊടുത്ത പണിയാണെങ്കിലും വല്ലാത്ത പണിയായിപ്പോയി. തീവണ്ടിയിൽ കയറാൻ പോലും പൈസ ഇല്ലെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. Our leaders cannot fly from one part of the country to the other. Forget fly, they can't take a railway train. ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി പ്രചരണത്തിനെത്തിയില്ല എന്ന് പലരും പരാതി പറയുന്നുണ്ടായിരുന്നു. പാവം രാഹുൽ ഗാന്ധി, വണ്ടിക്കൂലിക്ക് പോലും പണമില്ലാത്തത് കൊണ്ടാണ് വരാത്തതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ചെയ്തു. വണ്ടിക്കൂലിക്ക് പണമില്ലെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. പണം കണ്ടെത്താൻ ആർക്കെങ്കിലും വല്ല നിർദ്ദേശവും നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ വന്ന് നിർദ്ദേശിക്കാം. ഇതെല്ലാം ജനങ്ങൾക്കറിയാം. അവര് സഹായിക്കും, അവർ വോട്ട് ചെയ്ത് ഞങ്ങളെ സഹായിക്കും. ഗോപി പറയണത് എവിടെ നിന്നോട്ട് മറിക്കാനാ? ഗോപി പറഞ്ഞു കൊന്നു നോക്കണ്ട, മറിച്ചു. മറിക്കുന്ന പറയുമ്പോ മറിക്കാനായിട്ട് ഇത് ദോശല്ല, കാശാണ്. അതാണ് കാശാണ്. ഞങ്ങളുടെ പ്രവർത്തകർ മുണ്ട് മുറുക്കി കൊടുത്ത് ഈ ചൂട് കാലത്ത് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം പോലും കുടിക്കാതെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായിട്ട് രംഗത്തുണ്ട്. ഐറ്റിങ്ങൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ? ഞമ്മക്ക് അതിന് വയ്യുണ്ടോ? അതുകൊണ്ട് പേടിയെന്ന് അങ്ങനെ കടം വാങ്ങണ്. കോൺഗ്രസിന് വോട്ട് മാത്രം പോരാ, ജനങ്ങളിൽ നിന്ന് കൈനിറയെ സഹായവും വേണം. എന്നാലേ കൈപ്പത്തിക്ക് രക്ഷയുള്ളൂ. ഏതായാലും കോൺഗ്രസിന്റെ ഈ അവസ്ഥ കണ്ട് ജനങ്ങൾ പണം നൽകി സഹായിച്ചോ എന്നതിന്റെ കണക്ക് നമ്മൾ അറിയില്ലെങ്കിലും വോട്ട് നൽകിയ കണക്ക് ജൂൺ 4-ന് അറിയാം. ഏതൊക്കെ കണക്കുകൾ പുറത്തു വരുമെന്നും ഇനി ഏതൊക്കെ കണക്കുകൾക്ക് പകരം വീട്ടുമെന്നുമൊക്കെ വോട്ടിന്റെ കണക്ക് പോലെ ഇരിക്കും. വിജയകുമാർ, ഈ ആമിന പറയുന്നു ഇന്ന് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികമാണ്. അതൊക്കെ മറന്നു എന്ന് ചോദിക്കുന്നത്. എങ്ങനെ മറക്കും നമ്മൾ? ഭക്തിവിലാസത്ത് നമ്മൾ കുറേ കാലം ജോലി ചെയ്തതല്ലേ, അതൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല. കേരളത്തിലെ പല നിലയങ്ങളിലും ജോലി ചെയ്തു, കേരളത്തിന്റെ പുറത്ത് തമിഴ്നാട്ടിൽ പോയി ജോലി ചെയ്തു. അതുകൊണ്ട് തന്നെ റേഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വികാരമാണ്.